മലപ്പുറം എടപ്പാളിൽ കാഴ്ചക്കുലകൾ വിൽപ്പനയ്ക്കെത്തി. പോരാട വാണിഭത്തിന്റെ പൊലിമ ഇത്തവണ ഇല്ലെങ്കിലും നാടൻ കുലകൾക്ക് പുറമെ വരവ് കായ്കളും വിപണിയിൽ എത്തിയിട്ടുണ്ട്. എടപ്പാൾ അങ്ങാടിയിലെ പോരാട വാണിഭം ഇത്തവണ ചടങ്ങിലൊതുങ്ങും. ഈ വാണിഭത്തിൽ നിന്നാണ് ലേലം വിളിയിലൂടെ മോഹവില നൽകി ആളുകൾ കുലകൾ സ്വന്തമാക്കാറുള്ളത്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ കാഴ്ചക്കുല സമർപ്പണത്തിനും ഇവ കൊണ്ടുപോകാറുണ്ട്. അയൽ ജില്ലകളിൽ നിന്നുപോലും ഒട്ടേറെ പേരാണ് എടപ്പാളിലെ പോരാട വാണിഭത്തിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഇത്തരം ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടാകില്ല. കൃഷിനാശം മൂലം നാടൻ കുലകൾക്ക് ക്ഷാമമുണ്ടെങ്കിലും വളാഞ്ചേരി, ചാലിശ്ശേരി, കുമ്പിടി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുലകളാണ് എത്തിയിട്ടുള്ളത്. ഫുള്ള് ചാലിശ്ശേരിയുടെ അപ്പുറമുണ്ട്, ആലിക്കര ഭാഗങ്ങൾ, പിന്നെ കടവല്ലൂരിന് അപ്പുറം, പിന്നെ നമ്മളെ നാട്ടുപ്രദേശത്തുള്ള കൃഷിക്കാർ മുഴുവൻ കൊണ്ടിട്ടുണ്ട്. ചെറിയ കൊലയും വലിയ കൊലയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അതിനുള്ള ഒരു മാന്യമായ വിലയും നന്നായി കൊടുക്കും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അവർ കൃഷി ചെയ്യാനും താല്പര്യമുള്ളൂ. നിലവിൽ 70 രൂപയാണ് 1 കിലോ നാടൻ കായയുടെ വില. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, കർണാടകയിലെ ചാമരാജ് നഗർ എന്നിവിടങ്ങളിൽ നിന്നാണ് വരവുകായ എത്തുന്നത്. 50 മുതൽ 55 വരെയാണ് മറുനാടന്റെ വില. ഓണനാളുകളെത്തിയതോടെ വില ഇനിയും കൂടും. ഓണം പ്രമാണിച്ചുള്ള പച്ചക്കറിച്ചന്ത പതിവ് പോലെയുണ്ട്. ന്യൂസ് 18 തിരൂർ. തിരുവോണത്തോണിക്ക് അകമ്പടി നൽകുന്നതിനായി മങ്ങാട്ട് ഭട്ടതിരി ഇന്ന് ആറന്മുളയ്ക്ക് തിരിക്കും. പൂജകൾ പൂർത്തിയാക്കിയ ശേഷമാണ് രാവിലെ 11 മണിയോടെ കുമാരനല്ലൂർ മങ്ങാട്ട് ഇല്ലത്ത് രവീന്ദ്രബാബു ഭട്ടതിരി ചുരുളൻ വള്ളത്തിൽ ആറന്മുളയ്ക്ക് തിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ നേരിട്ട് ആറന്മുളയ്ക്കാണ് യാത്ര. ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. തിരുവോണ ദിവസം പുലർച്ചെയാണ് കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ആഘോഷപൂർവ്വം വന്നെത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇത്തവണ 20 പേർ മാത്രമാകും തിരുവോണത്തോണിയിൽ ഉണ്ടാകുക. കാസർഗോഡ് പുല്ലൂർ പെരിയയിലെ മല്ലികപ്പൂക്കൾ വിളവെടുപ്പിന് ഒരുങ്ങി. നമ്മുടെ ഓണത്തിന് നമ്മുടെ പൂക്കൾ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പൂക്കൃഷി ഇറക്കിയത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ചെണ്ടുമല്ലിത്തോട്ടം മനോഹര കാഴ്ചയാണ്. 31 ഏക്കറിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ. 10 പ്ലോട്ടുകളാക്കി തിരിച്ചായിരുന്നു കൃഷി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ചാലിങ്കാൽ രാവണേശ്വരം പാതയോരത്ത് തരിശായി കിടന്ന പ്രദേശമാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. അതിർവരമ്പുകൾ നമ്മൾ മാരിഗോൾഡ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് പലതരം കീടങ്ങൾ നമ്മുടെ വിളയിലേക്ക് വരാത്ത രീതിയിൽ അകറ്റി നിർത്താൻ ഇതിന് കഴിവുണ്ട്. അപ്പോൾ ഒരു ഉദ്ദേശം അതായിരുന്നു. അതോടൊപ്പം നമുക്ക് ഈ വർഷത്തെ ഈ പ്രത്യേക കോവിഡ് കാലത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. പുറമേ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പൂക്കൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നില്ല. അത് കുറച്ചുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഉദ്ദേശം കൂടി ഇതിനകത്ത് നടപ്പിലാക്കി. നെല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മഞ്ഞൾ, കൂവ തുടങ്ങിയവയും കൃഷിയിറക്കി. കൃഷിഭൂമിക്ക് ചുറ്റുമായി മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ നട്ടു. നെല്ലിനെയും മറ്റു വിളകളെയും കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് ഈ കൃഷിരീതി പരീക്ഷിച്ചത്. ഓണക്കാലമായതോടെ പൂക്കൾ വിളവെടുപ്പിന് പാകമായി. ന്യൂസ് 18 കാസർഗോഡ്. ഒരു കാലത്ത് പൂവട്ടികളിലായിരുന്നു കുട്ടികൾ പൂക്കളത്തിനായുള്ള പൂക്കൾ ശേഖരിച്ചിരുന്നത്. ഈ ഓണക്കാലത്ത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കൊണ്ട് പൂവട്ടികൾ നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് മലപ്പുറം എടപ്പാളിലെ മനോഹരൻ. പൂവിളിയും പൂപ്പാട്ടുമായി ഓണപ്പൂക്കൾ തേടി പാടത്തും വരമ്പത്തും അലയുന്ന ബാല്യങ്ങൾ ഇന്നും ചില ഗ്രാമങ്ങളിലെ കാഴ്ചയാണ്. ഓല മെടഞ്ഞുണ്ടാക്കിയ പൂവട്ടികളിലായിരുന്നു പണ്ട് കുട്ടികൾ പൂ ശേഖരിച്ചിരുന്നത്. ഇന്ന് പൂവട്ടികൾ ഓണത്തിന്റെ ഓർമ്മചിത്രം മാത്രമാണ്. പ്ലാസ്റ്റിക് കൊണ്ട് പൂവട്ടികൾ ഉണ്ടാക്കുകയാണ് എടപ്പാളിനടുത്ത് നടുവട്ടത്തെ കടയംകുളങ്ങര മനോഹരൻ. ആളുകൾ വലിച്ചെറിയുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കളെ ഉപയോഗപ്രദമാക്കി മാറ്റുകയാണ് മനോഹരൻ. ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ച് ഇട്ട് വായു നശിപ്പിക്കുകയാണ് ഇപ്പം ഇന്ന് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് പൂവട്ടിയാണ്. ഓണക്കാലം ആയാൽ ഞാൻ വെറും പൂവട്ടി മാത്രമാണ് ഉണ്ടാക്കുക. അല്ലാത്ത സമയത്ത് കൊട്ടിമറും പായും പരുമ്പും ഒക്കെ ഉണ്ടാകും. മണ്ണിൽ ദ്രവിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരും തലമുറയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് മനോഹരന്റെ ശ്രദ്ധ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കരകൗശല നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരവും മനോഹരന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട ആടുവള്ളിയിലെ ശ്രീലക്ഷ്മി എന്ന വനിതാ കൂട്ടായ്മ. കറിമസാല, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി വ്യത്യസ്തതയാർന്ന കറിക്കൂട്ടുകളാണ് ഇവർ ഓണവിപണിയിൽ എത്തിക്കുന്നത്. കോവിഡ് പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് ഈ വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇതിനായി ഓണവിപണിയിൽ സജീവ ഇടപെടൽ നടത്താനാണ് ഇവരുടെ തീരുമാനം.
കറിമസാല, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി വ്യത്യസ്തതയാർന്ന കറിക്കൂട്ടുകൾ വരെ ഉണ്ടാക്കിയാണ് വിൽപ്പന. സാധനങ്ങളെല്ലാം കടയിൽ നിന്ന് വാങ്ങി നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ട് ചില്ലറായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അനുസരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കും. പഞ്ചായത്തിന്റെ സഹായവും കുടുംബശ്രീ പ്രവർത്തകർക്കുണ്ട്. മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ചെറു പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കും. 15ഓളം വരുന്ന അംഗങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇതിലൂടെ അംഗങ്ങൾക്ക് ജോലിയും വരുമാനവും ഉറപ്പാക്കാനാകും. ന്യൂസ് 18 കാട്ടാക്കട. ഓണക്കാലത്ത് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കായ ഉപ്പേരി. എന്നാൽ തുടർച്ചയായുണ്ടായ പ്രളയം സംസ്ഥാനത്തെ വാഴക്കർഷകരുടെ നട്ടെല്ലൊടിച്ചിരിക്കുന്നു. കോഴിക്കോട്ടെ ഒരു ബേക്കറിയിൽ ചട്ടിയിൽ പൊരിയുന്ന ഏത്തയ്ക്കയുടെ കാഴ്ചപ്പാടിൽ കർഷകരുടെ വേദന പങ്കുവയ്ക്കുന്ന റിപ്പോർട്ട് കാണാം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും? ദേഹത്തെ തൊലി പൊളിച്ച് അരിഞ്ഞെടുത്ത് രുചി പുരട്ടി തിളയ്ക്കുന്ന എണ്ണയിൽ വറുക്കുന്നത് വേദനയുണ്ടാക്കുന്നതാണ്. എങ്കിലും ഓണവിഭവമായി വിളമ്പുമ്പോൾ ആ വേദനയെല്ലാം മറക്കും. പക്ഷേ വേദന തിന്നുന്ന മനുഷ്യരുടെ അടുത്തുനിന്നാണ് ഞങ്ങൾ വരുന്നത്. അത് പറയാതിരിക്കാനാവില്ല. രണ്ടു പ്രളയങ്ങളിൽ ഞങ്ങളുടെ മുൻതലമുറയെല്ലാം നശിച്ചു തീർന്നതാണ്. ഇത്തവണയും പ്രളയജലമെത്തിയിരുന്നു. കൂടപ്പിറപ്പുകൾ പലരും പോയി. അതിജീവിച്ചവർ കുറച്ചുപേർ മാത്രം. തലമുറകളെ പോറ്റിയ കർഷകരുടെ കണ്ണീരേറ്റാണ് ഞങ്ങൾ വരുന്നത്. ഈ വറച്ചട്ടിയിൽ തിളയ്ക്കുന്ന എണ്ണയേക്കാൾ ചൂടുണ്ടായിരുന്നു ആ കണ്ണീരിന്. കർഷകർ മാത്രമല്ല, ഞങ്ങളെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരും അത്ര സന്തോഷത്തിലല്ല. ധൈര്യമൊന്നുമില്ല. ധൈര്യത്തിൽ നിൽക്കണമെങ്കിൽ ഒരു ഓണം വരുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവില്ല. അതൊന്നും ഈ പ്രാവശ്യമില്ല. ജീവിതത്തിന്റെ ചൂളയിൽ ഞങ്ങളെപ്പോലെ ഉരുകുകയാണ് പല മനുഷ്യരും. ചെളിയും കണ്ണീരും നിറഞ്ഞ കൃഷിഭൂമിയിൽ നിന്നും ഓണവിഭവമായി പരിണമിച്ചെങ്കിലും തിരിച്ചടികൾ ഏറ്റുവാങ്ങി തളർന്ന മനുഷ്യരെക്കുറിച്ച് പറയാതിരിക്കുന്നതെങ്ങനെ? വിനോദ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. നാടൻ പന്തുകളിയുടെ പ്രധാന കേന്ദ്രമാണ് കോട്ടയം. കാണികളുടെ ആവേശത്തിനും ആരവങ്ങൾക്കും ഇടയിലാണ് പന്തുകളി നടക്കുക. കോവിഡ് കാലത്ത് ടൂർണമെന്റുകൾ ഇല്ലെങ്കിലും ആവേശം കുറയാതെ ഓണക്കളി ആസ്വദിക്കുകയാണ് കോട്ടയം. ഓണക്കാലം പുതുപ്പള്ളിയും മീനടവും പാമ്പാടിയുമൊക്കെ ആവേശം നിറഞ്ഞ നാടൻ പന്തുകളിയുടെ കേന്ദ്രങ്ങളായി മാറും. ഇത്തവണ ഗ്യാലറിയുടെ ആവേശമില്ല, ടൂർണമെന്റുകളുമില്ല. പക്ഷേ ഈ കോട്ടയംകാർക്ക് രക്തത്തിലലിഞ്ഞ ഈ കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന നാടൻ പന്തുകളി ടൂർണമെന്റുകളാണ് ഓരോ ഓണക്കാലത്തും മീനടത്തും പുതുപ്പള്ളിയിലുമൊക്കെ നടന്നിരുന്നത്. ഓരോ ടൂർണമെന്റുകൾക്കും വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഈ സീസൺ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം നിരാശയുള്ളൊരു സീസണാണ്. കാരണം തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന 5 ടൂർണമെൻറ്റുകളുടെ ഇടയിലാണ് മാർച്ച് മാസത്തിൽ കൊറോണ മൂലം ലോക്ക്ഡൗൺ വന്നത്. അതോടുകൂടി 5 ടൂർണമെൻറ്റുകൾ മുടങ്ങുകയും ചെയ്തു. വരാനിരുന്ന ടൂർണമെൻറ്റുകൾ ഉൾപ്പെടെ മൊത്തത്തിൽ ഒരു ടൂർണമെൻറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. തുകലിനുള്ളിൽ പഞ്ഞി നിറച്ച് തുന്നിയെടുത്ത പ്രത്യേക പന്തുകളാണ് കളിക്കാൻ ഉപയോഗിക്കുന്നത്. 10 പേരുള്ള ടീമിൽ നിന്നും 7 പേർ കളത്തിലുണ്ടാകും. 3 പേർ പിടുത്തക്കാരും 4 പേർ കാലടിക്കാരും 3 റഫറിമാരും. ഒറ്റ, പെട്ട, പിടിയൻ, താളം, കീഴെ, ഇണ്ടൻ എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായാണ് പന്ത് വെട്ടിയെറിയുന്നത്. ഇതെല്ലാം 3 തവണ വീതം പൂർത്തിയായാൽ 1 ചക്കര, 2ാം ചക്കര, 3ാം ചക്കര എന്നിങ്ങനെ കളി മുന്നേറുമ്പോൾ ചിലപ്പോൾ മത്സരം മണിക്കൂറുകൾ നീളും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
ഓണത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെ വിപണികൾ ഉണർന്നു. തോപ്രാംകുടി കാർഷിക വിപണിയിൽ ഏത്തയ്ക്കായാണ് കൂടുതലായി എത്തുന്നത്. എന്നാൽ മുൻ വർഷത്തേക്കാളും ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞതുമൂലം കനത്ത നഷ്ടമാണ് ഹൈറേഞ്ചിലെ കർഷകർ നേരിടുന്നത്. ഓണമായതോടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലുള്ള വിപണി സജീവമായി. ഹൈറേഞ്ചിലെ പഴം പച്ചക്കറി കർഷകരുടെ പ്രധാന ആശ്രയമാണ് തോപ്രാംകുടിയിലെ കാർഷിക വിപണി. ഏത്തയ്ക്കയാണ് വിപണിയിൽ കൂടുതൽ എത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ കനത്ത മഴ കൃഷിയെ വലിയ തോതിൽ ബാധിച്ചു. കിലോയ്ക്ക് 25 രൂപ വിലയുണ്ടായിരുന്ന ഏത്തയ്ക്കക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി 35 രൂപ കൂടിയിട്ടുണ്ട്. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ പുറമേ നിന്നുള്ള മൊത്ത കച്ചവടക്കാർ എത്താത്തതിനാൽ വില സ്ഥിരത ഇല്ലെന്ന് കർഷകർ. ഭയങ്കര വില തകർച്ചയിലാണ് കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് 20 രൂപയൊക്കെ ആയിരുന്നു വില ഏത്തക്കൊലയ്ക്ക്. ഇപ്പോൾ അതൊരു 40-43 രൂപ, നേരെ വ്യത്യാസമുണ്ട്. എങ്കിലും കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാത്ത ഒരു അവസ്ഥയിലാണ്. ഈ കൃഷിക്ക് വിളവ് കുറവാണ്. കൂലിച്ചെലവും മറ്റ് ചെലവുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുസരിച്ച് നമ്മൾ വിലക്കുമ്പോൾ ഇത് വരുമാനമില്ല. അത് കാരണം കൃഷിക്കാരെല്ലാം കൃഷി കടക്കെണിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. VFPCKയുടെ നേതൃത്വത്തിലുള്ള പ്രധാന വിപണികളിൽ ഒന്നാണ് തോപ്രാംകുടി കാർഷിക വിപണി. കർഷകർക്ക് പരമാവധി പ്രയോജനകരമായ പദ്ധതികൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് VFPCK. കോവിഡ് കാലത്ത് നമ്മൾ 8 ചന്ത ഇതിനായിട്ട് മാത്രം ഓണവിപണിയായിട്ട് തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അതിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെ, അതായത് അകലം പാലിച്ചും പിന്നെ സാനിറ്റൈസർ വെച്ചും അങ്ങനെ എല്ലാ സാധനങ്ങളും. എങ്കിലും പട്ടയം ഉൾപ്പെടെയുള്ള ഭൂരേഖകൾ ഇല്ലാത്തത് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കർഷകർക്ക് കഴിയാത്ത സാഹചര്യം ഒരുക്കുന്നുണ്ട്. വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 തോപ്രാംകുടി. കുടിവെള്ളമില്ലാതെ തുരുത്ത് നിവാസികൾ. കൊല്ലം കോർപ്പറേഷനിലെ കാവനാട്, കണിയാങ്കടവ്, സെന്റ് തോമസ്, സെന്റ് ജോസഫ്, സെന്റ് ജോർജ് എന്നീ തുരുത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. 40 വർഷത്തിലേറെയായി ഇവിടത്തുകാർ കുടിവെള്ള പ്രശ്നം നേരിടുന്നു. വാട്ടർ അതോറിറ്റി കണക്ഷനുണ്ട്. എന്നാൽ വെള്ളം കിട്ടുന്നതാകട്ടെ വല്ലപ്പോഴും മാത്രം. തുരുത്തിലേക്ക് റോഡില്ലാത്തതിനാൽ കോർപ്പറേഷൻ അനുവദിച്ചിരിക്കുന്ന വള്ളം മാത്രമാണ് ഇവരുടെ ആശ്രയം. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായതോടെ തുരുത്ത് നിവാസികൾക്ക് മറുകരയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വള്ളം ഊന്നിയും തുഴഞ്ഞും കാലുകളൊക്കെയും വളഞ്ഞൊക്കെ ഇരിക്കുന്ന മാതാപിതാക്കളായിട്ടുള്ളവർ എങ്ങനെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് പോലും അവർക്ക് പറയാനായിട്ട് കഴിയത്തില്ല. പലരും മക്കളില്ലാതെയൊക്കെയും സ്വന്തമായിട്ട് പാചകം ചെയ്തുമൊക്കെ കഴിയുന്ന ആ ജീവിതങ്ങളുടെ അവസ്ഥ കണ്ടാൽ ഇവിടെ ഒരു ദിവസം പോലും വെള്ളമില്ലാതെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല. ഇത്രയും കുഞ്ഞുമക്കളുണ്ടെന്നറിയാം ഈ തുരുത്തിനകത്ത്, തോമസലിനകത്ത് ഈ പോട്ടും വെള്ളമൊക്കെ വരുന്നിടത്ത് ഈ കൊച്ചുവെള്ളത്തിലൊക്കെ പോയി എത്ര വെള്ളം കോരിക്കൊണ്ട് വന്നൊരു വീട്ടിൽ കൈകാര്യം ചെയ്യും സാറേ. ഞങ്ങൾക്ക് വെള്ളവും വേണം, പാലവും വേണം. ഇനി ഈ തുരുത്തിലുള്ള ഒരു വ്യക്തി പോലും വോട്ട് ചെയ്യാൻ പോകത്തില്ല. തുരുത്തിൽ കുഴികുത്തി വെള്ളം കണ്ടെത്തുകയാണ് വയോധികരും കുട്ടികളും അടങ്ങുന്ന സമൂഹം. തുരുത്തിലേക്ക് ഒരു പാലമെന്ന സ്വപ്നം ഈ നാട്ടുകാർ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പൂർണ്ണമായും മത്സ്യബന്ധനം നടത്തി ഉപജീവനം നയിക്കുന്ന സമൂഹമാണ് തുരുത്തിലേത്. ട്രോളിങ്ങും അതിനുശേഷമുള്ള ഹാർബർ അടച്ചിടലും കാരണം കുടിവെള്ളം വാങ്ങുക പോലും പ്രയാസം. പലരും അവരുടെ കുട്ടികളുമായിട്ടാണ് പോയി കുഴിയിൽ പോയി വെള്ളം എടുക്കുന്നത്. അവർക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിൽ പോലും എത്താൻ പറ്റുന്നില്ല. പല സമയങ്ങളിൽ അവർക്ക് യൂണിഫോം കഴുകിയിടാൻ പറ്റുന്നില്ല. പല സമയങ്ങളിൽ അവർക്ക് കുളിക്കാൻ പോകാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൈകൾ കഴുകി ശുചിയായിരിക്കാൻ നിർദ്ദേശിക്കുന്നവരോട് ഇവർ തിരികെ ചോദിക്കുന്നത് തൊണ്ട നനയ്ക്കാനുള്ള ജലം. ന്യൂസ് 18 കൊല്ലം. ഓങ്ങല്ലൂർ ഷൊർണൂർ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാരമണ്ണ് തോടിന് കുറുകെ നിർമ്മിച്ച പാലം നാടിന് സമർപ്പിച്ചു. 2,85 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. മന്ത്രി AK ബാലൻ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന തീരദേശപാതയുടെ പൂർത്തീകരണത്തിനായി നിർമ്മിച്ച കാരമണ്ണ പാലം നാടിന് സമർപ്പിച്ചു. ഓൺലൈനിലൂടെ മന്ത്രി AK ബാലനാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച കാരമണ്ണ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 2,85 ലക്ഷം രൂപയാണ് പാലത്തിനായി വകയിരുത്തിയത്. നബാർഡ് വിഹിതമായ 1,76 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ 1,09 ലക്ഷം രൂപയും ചേർത്താണ് ഫണ്ട് വകയിരുത്തിയത്. ഇവിടെ പാലം വേണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ ഓങ്ങല്ലൂർ നിവാസികൾക്ക് ഷൊർണൂരിലേക്കുള്ള ദൂരം കുറഞ്ഞു. ഭാരതപ്പുഴയോട് ചേർന്ന് പട്ടാമ്പിയിൽ നിന്നും ആരംഭിക്കുന്ന തീരദേശ റോഡ് ചങ്ങണാംകുന്നിലെത്തി നിൽക്കുകയാണ്. തീരദേശ റോഡിനെ ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞാൽ പട്ടാമ്പിക്കാർക്ക് കൂടി പാലത്തിന്റെ ഗുണം ലഭ്യമാകും. ഇതോടെ പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കും ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി.
20 വർഷമായി തകർന്നു കിടക്കുന്ന കൊല്ലം ഉമ്മന്നൂർ ചപ്ര റോഡ് നവീകരിക്കണം എന്ന ആവശ്യം ശക്തം. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഇരുവശങ്ങളിലും എടുത്ത കുഴികൾ പൂർണ്ണമായും നികത്താത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്നാണ് പരാതി. ഉമ്മന്നൂർ റോഡിൽ അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. MC റോഡിലേക്ക് കടക്കുന്ന പാതയാണിത്. റോഡ് പുതുക്കിപ്പണിയണമെന്നാണ് ആവശ്യം. വളരെ മോശപ്പെട്ട രീതിയിലാണ് 6 അടി 7 അടി താഴ്ചയിലാണ് കുഴികൾ കിടക്കുന്നത്. ഇതിന് കാര്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. 2 പ്രാവശ്യം പരാതി കൊടുത്തപ്പം പറയുന്നത് ഞാൻ അന്വേഷിക്കാം. പുതിയതായിട്ട് AE ആയിട്ട് വന്നേക്കുന്ന മേഡം നമ്മുടെ കൂടെ പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ച ശേഷം ഈ റോഡ് വന്ന് കാണാം എന്നെല്ലാം പറഞ്ഞ് നമ്പർ മേടിച്ചതല്ലാതെ യാതൊരു നടപടിയും നമ്മളെ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വർഷങ്ങളായി റോഡ് മോശം അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴികൾ എടുത്തതോടെ ദുരിതം ഇരട്ടിയായി. പൊടിശല്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി സമീപവാസികൾ. ഇവിടെ എന്നും വണ്ടിക്കാർ വന്ന് തള്ളി വീഴുന്ന ഒരറ്റത്തൂടെ. പിന്നെ ഇവിടെ ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല. ഇവിടെ ഭയങ്കര പ്രശ്നം. പൊടി ശല്യം കാരണം ഞങ്ങൾക്ക് ഒരു വിധത്തിലും വയ്യ. വടക്കോട്, പള്ളിമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ 6 കിലോമീറ്റർ ദൂരമുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. താമരശ്ശേരി വട്ടക്കുണ്ട് പാലത്തിൽ അപകടം പതിവാകുന്നു. വീതി കൂടിയ വളവിലെ ഇടുങ്ങിയ പാലമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പാലത്തിന്റെ പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ്. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ താമരശ്ശേരി പരപ്പൻപൊയിൽ വട്ടക്കുണ്ട് പാലത്തിൽ തുടർച്ചയായ അപകടങ്ങൾ നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. വലിയ വളവിലെ ഇടുങ്ങിയ പാലമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. അടുത്തിടെ ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടു. ജീപ്പ്, ബൈക്ക് തുടങ്ങിയവ തോട്ടിലേക്ക് വീഴുകയും ചെയ്തു. നിരന്തരമായി ഉണ്ടാകുന്ന ഈ അപകടം മൂലം ഇവിടെ നഷ്ടപ്പെട്ട ജീവന് അത് മാനിച്ചുകൊണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായി എന്താണ് ചെയ്യേണ്ടത് അത് എത്രയും പെട്ടെന്ന് ഔദ്യോഗികമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഭയങ്കര ഒരു വളവാണ്. ഇതിൻ്റെ മുന്നേ ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ എടുത്തിരുന്നു ഫണ്ട്. പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല. എത്രയും പെട്ടെന്നൊരു പുതിയൊരു പാലോ എന്തെങ്കിലും ഒന്ന് ബദൽ സംവിധാനം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലത്തിലൂടെ പേടിച്ചു വേണം യാത്ര ചെയ്യാൻ. പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ്. പാലം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. മ്യൂറൽ ശൈലിയിലുള്ള പെയിന്റിങ്ങുകൾ ഒരുക്കുന്നത് ഇഷ്ടവിനോദമാക്കുകയാണ് കാസർഗോഡ് ചെറുവത്തൂർ കാടൻകോട്ടെ ആർക്കിടെക്ചർ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി. ചുമരുകളിലും ക്യാൻവാസുകളിലുമെല്ലാം വർണ്ണവിസ്മയം തീർത്തിട്ടുണ്ട് ഈ കലാകാരി. പരമ്പരാഗത മ്യൂറൽ പെയിന്റിംഗ് ശൈലിയിലുള്ള ചിത്രങ്ങളോടാണ് ശ്രീലക്ഷ്മിക്ക് ഏറെ പ്രിയം. ക്യാൻവാസിലും ചുമരുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള ധാരാളം പെയിന്റിങ്ങുകൾ ഒരുക്കി ശാസ്ത്രീയ പരിശീലനത്തിന്റെ പിൻബലമില്ലാതെയാണ് ചിത്രങ്ങൾ തയ്യാറാക്കിയത്. ഗീതോപദേശം ആസ്ഥാനമാക്കി വീട്ടുചുമരിൽ തീർത്ത ചിത്രം ശ്രദ്ധേയമായി. ക്യാൻവാസിൽ പെയിന്റിംഗ് ചെയ്തപ്പോൾ കിട്ടിയ ആത്മവിശ്വാസമാണ് വീട്ടിനകത്ത് ചുമർചിത്രമൊരുക്കാൻ ശ്രീലക്ഷ്മിക്ക് പ്രേരണയായത്. ചെറുപ്പം മുതൽ ഡ്രോയിങ്ങിന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്താണ് മ്യൂറലിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. അപ്പം ക്യാൻവാസിനും പേപ്പറിലും ചെറുതായിട്ടൊന്നും ചെയ്തു തുടങ്ങി. പിന്നെ ഒന്ന് കോൺഫിഡൻസ് ആയി തോന്നിയിട്ടാകുമ്പം ചുമരുമ ചെയ്തു തുടങ്ങിയാണ്. 15 ദിവസം എടുത്തൊരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഹോബി ആക്കാനാണ് ആഗ്രഹം. ക്യാൻവാസിൽ ചെയ്യുന്ന മ്യൂറൽ ചിത്രങ്ങൾക്ക് നിരവധി ആവശ്യക്കാരുമുണ്ട്. ചിത്രകലയോട് അതീവ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്താണ് മ്യൂറൽ പെയിന്റിംഗിലേക്ക് കടന്നത്. തിരുവനന്തപുരം CETയിൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥിനിയാണ് ശ്രീലക്ഷ്മി. ന്യൂസ് 18 കാസർഗോഡ്. താമസിക്കുന്ന വീടിന്റെ ഒരു ഭാഗം കാറ്റിലും മഴയിലും നിലം പതിച്ചതോടെ കിടക്കാൻ ഒരിടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്തിലെ ശാന്ത. വീട് നിലം പതിക്കാറായതോടെ അധികൃതരുടെ സഹായം തേടുകയാണ് ഇവർ. ചെറിയൊരു കാറ്റിൽ പോലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് ശാന്തയുടെ വീട്. ഇവിടെ കഴിയാൻ പേടിയുള്ളതിനാൽ തൊട്ടടുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് താമസം. എനിക്കാണെങ്കിൽ സുഖമില്ലാത്തൊരു രോഗിയാണ് ഞാൻ. എന്നിട്ട് ഞാൻ പണിയെടുത്താണ് ജീവിക്കണേ. എന്നൊന്നും പണിക്ക് പോകാനും പറ്റണില്ല. 6-7 വർഷമായി തലവഴിക്ക് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണം, ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ഇതുവരെ മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കിയിട്ടില്ല, എന്താന്ന് അന്വേഷിച്ചിട്ടുമില്ല. വീട് നന്നാക്കാൻ ഇവർക്ക് സാമ്പത്തിക ശേഷിയോ സഹായിക്കാൻ ആളോ ഇല്ല. ഭയം കൂടാതെയും ഇഴജന്തുക്കളുടെ ശല്യമില്ലാതെയും തലചായ്ക്കാൻ ഒരിടമാണ് ഈ വീട്ടമ്മയുടെ ആവശ്യം. ഇതിനായി ഇവർ കയറിയിറങ്ങിയത്
നിരവധി സർക്കാർ ഓഫീസുകളിൽ. പ്രധാനമന്ത്രിയുടെ പാർപ്പിട പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷിച്ചെങ്കിലും അധികൃതരുടെ അലംഭാവം മൂലം അത് നഷ്ടമായെന്നാണ് ശാന്തയുടെ പരാതി. സുരക്ഷിതമായ വീടിനായി അധികൃതരുടെ സഹായം കാത്തിരിക്കുകയാണിവർ. ന്യൂസ് 18 പെരുമ്പാവൂർ. കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് വൃക്കരോഗിയായ തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയായ യുവാവ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനായി നാട്ടുകാരുടെ സഹായം മാത്രമാണ് ഏക പ്രതീക്ഷ. കൂലിപ്പണിക്കാരനാണ് ഷിജോ. 2 മാസം മുൻപ് നടത്തിയ പരിശോധനയിലാണ് വൃക്കരോഗം കണ്ടെത്തുന്നത്. 2 വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചു. ജീവൻ നിലനിർത്തുവാൻ വൃക്ക മാറ്റിവെക്കണം. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി 13 ലക്ഷം രൂപയോളം ചിലവ് വരും. വീട്ടിൽ നിന്ന് തന്നെ കിഡ്നി കിട്ടുവാണെങ്കിൽ 3 ലക്ഷം രൂപ ഓപ്പറേഷന് മാത്രം. പിന്നെ മാസം അതിൻ്റെ മരുന്നിനുള്ള ചിലവ് 10-25,000 രൂപയാവും. ഇപ്പോൾ പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷനുള്ള ആളെ റെഡിയാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം റെഡിയാക്കി നിർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് ഛർദി വല്ലതും വരുവാണെങ്കിൽ പെട്ടെന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമായ മാതാപിതാക്കളും ഭാര്യയും ചെറിയ കുഞ്ഞുങ്ങളുടെയും ഏക ആശ്രയം ഷിജോയാണ്. നാട്ടുകാരും സുഹൃത്തുക്കളും നൽകുന്ന സഹായം കൊണ്ടാണ് നിലവിൽ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആകെയുള്ള വരുമാനം അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോൾ ഒരു വീട്ടു ജോലിക്ക് പോവുകയാണ്. പിന്നെ ഓരോരുത്തർ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ആശുപത്രി പോകണതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തിയാൽ മാത്രമേ ജീവൻ നിലനിർത്താനാകൂ. നാട്ടുകാരുടെ സഹായമാണ് ഏക പ്രതീക്ഷ. ഇതിനായി ഷിജോയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് കരിങ്കുന്നം ബ്രാഞ്ചിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.